സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ മുഖ്യമന്ത്രി CK ജോസഫിനെ ആയിരക്കണക്കിന് പാർട്ടി അണികൾക്കിടയിൽ നിന്ന് ഒരു സാധാരണക്കാരൻ തട്ടിക്കൊണ്ടുപോകുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളും വേറിട്ട രീതിയിൽ സറ്ററിക്കലായി അവതരിപ്പിക്കുന്ന സിനിമയാണ് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ദിലീപ് ചിത്രം ഭബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. കുട്ടിക്കൂട്ടങ്ങളായ ദളപതി ബോയ്സും റിച്ച് കിഡ്സും തമ്മിൽ പറയുന്ന കഥകളിലൂടെയാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ആദ്യമേ പറയട്ടെ, ഇത് നിങ്ങളുടെ ചിന്താശേഷിയെ അളന്നു കുറിക്കാനുള്ള സിനിമയൊന്നുമല്ല. ഇതിലെ കഥാസഞ്ചാരത്തിനും കഥാമുഹൂർത്തങ്ങൾക്കും അണിയറക്കാർ തന്നെ പറയുന്നത് പോലെ യാതൊരു ലോജിക്കുമില്ല. ഒരു കൂട്ടം ഭ്രാന്തൻ ചിന്തകളുടെയും ആശയങ്ങളുടെയും ഭ്രാന്തൻ സീനുകളുടെയും 2.5 മണിക്കൂർ അഴിഞ്ഞാട്ടമാണ് ഭബ്ബബ്ബ. തുറന്ന മനസ്സോടെ തിയേറ്ററിലെത്തി 2.5 മണിക്കൂറിലേറെ ചിരിച്ചുല്ലസിച്ച് നൊസ്റ്റാൾജിക് ഫാസ്റ്റ് നമ്പറുകളുടെ പശ്ചാത്തലത്തിലുള്ള ആക്ഷൻ രംഗങ്ങളിൽ ആറാടി തിയേറ്ററിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഗോപി സുന്ദർ മ്യൂസിക്കിൽ ഇളകി മറിയാനുള്ള കിഡിലൻ ഉത്സവ ചിത്രമാണിത്. വാളയാർ ട്രേഡേഴ്സ് കമ്പനിയുടെ ലോറിയിലാണ് സിനിമ തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തിയേറ്ററിനെ ഇളക്കി മറിച്ച് ദിലീപിന്റെ മാസ് എൻട്രി. മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോകുന്നവരുടെ അംബാസഡർ ജിപ്സി വാഹനങ്ങളിലായുള്ള റൈഡ് ഒരു വശത്ത് തുടരുമ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള അന്വേഷണം NIA ഏറ്റെടുക്കുന്നു. ചെന്നൈയിൽ നിന്നെത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായി വേഷമിടുന്നത് വിനീത് ശ്രീനിവാസൻ. വിനീത് കൂടി വരുന്നതോടെ ചിരിയുടെ മാലപ്പടക്കം തന്നെ തിയേറ്ററിൽ പൊട്ടിച്ചിതറുകയായിരുന്നു. മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോയത് ആര്, എന്തിന് എന്നുള്ള ടെലിവിഷൻ ചർച്ചകളിലെ താരം, ഇന്റർവ്യൂ സ്റ്റാർ എന്നറിയപ്പെടുന്ന ഗോഡ്സൺ അഞ്ചരക്കണ്ടിയായി വേഷമിടുന്നത് ധ്യാൻ ശ്രീനിവാസൻ. വിനീത് ധ്യാൻ കോമ്പിനേഷൻ സീനുകൾ ചിരിയുടെ കിടിലൻ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്നവയാണ്. അവരുടെ കോംബോ രംഗങ്ങളിലെ ഡയലോഗുകൾ പലതും ധ്യാനിന്റെ വൈറൽ ഇന്റർവ്യൂകളിലെ കണ്ടന്റുമായി ബന്ധമുള്ളതായതിനാൽ പ്രേക്ഷകർക്ക് അവയൊക്കെ ഏറെ കണക്ട് ആവുന്നുണ്ട്. ബൈജു സന്തോഷിന്റെ CK ജോസഫ് എന്ന മുഖ്യമന്ത്രി വേഷം, സെന്തിലിന്റെ ചാനൽ റിപ്പോർട്ടർ, അശോകന്റെ ഹിസ്റ്റോറിയൻ, ദേവന്റെ ദേവ്ജി IPS എന്ന പോലീസ് ഓഫീസർ, ജിബിൻ ഗോപിനാഥിന്റെ പോലീസ് കഥാപാത്രം, മണിയമ്പിള്ള രാജുവിന്റെ പ്രതിപക്ഷ നേതാവ്, ബാലു വർഗീസിന്റെ അന്ധനായ ആർട്ടിസ്റ്റ് വേഷം, സാന്റി മാസ്റ്ററുടെ പോലീസ് വേഷം, നോബിയുടെ നന്ദുവേട്ടൻ, റിയാസ് ഖാൻ, ഷാജു ശ്രീധർ, ബിജു പപ്പൻ എന്നിവരുടെ കഥാപാത്രങ്ങൾ എന്നിവയും ഈ കഥാവഴിയിൽ വേറിട്ട രസാനുഭവ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്നു. സലീം കുമാറിന്റെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി ഒറിജിനലും പ്രേക്ഷകർക്ക് കൃത്യമായി മീശമാധവൻ സിനിമയുമായി കണക്ട് ആവുന്നുണ്ട്. ദിലീപ് അവതരിപ്പിക്കുന്ന സാധാരണക്കാരൻ എന്ന കഥാപാത്രം ആരാണ്, അയാളുടെ ജീവിതം എങ്ങനെയാണ് ഒരു പകലിൽ ചാനലുകൾക്ക് സെൻസേഷണൽ ന്യൂസായി മാറിയത്, അതിന് അയാളെ പ്രേരിപ്പിച്ച വസ്തുതകളുടെ പിന്നാമ്പുറ കഥകൾ എന്താണ്, ഇതെല്ലാം സിനിമയുടെ 2ാം പകുതിയിൽ അനാവൃതമാവുന്നുണ്ട്. മിസ്റ്റർ ബട്ട്ലറിലെ രാരവേണു ഗോപാപാല, നരസിംഹത്തിലെ ധാം കിണക്കിന് ദില്ലം ദില്ലം തുടങ്ങിയ പാട്ടുകളുടെ റീമിക്സ് വരുന്നത് കിടിലൻ സംഘടന രംഗങ്ങളുടെ പശ്ചാത്തലമായാണ്. തമിഴ് ചിത്രം മുതൽവനിലെ മുതൽവനെ എന്ന പാട്ടും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കഥയിലെ ചില സീക്വൻസുകളിൽ പശ്ചാത്തലത്തിൽ കേൾക്കാനാവും. കഥ തുടങ്ങി 1 മണിക്കൂർ 47-ാം മിനിറ്റിലാണ് റിയൽ OG മോഹൻലാലിന്റെ കളർഫുൾ എൻട്രി. ലോഡ് എന്നെഴുതിയ ബ്ലാക്ക് ഷർട്ടിലും വെള്ളമുണ്ടിലും, മറ്റാരിക്കൽ അൺലീഷ് ലയൺ എന്നെഴുതിയ ഷർട്ടിലും വെള്ളമുണ്ടിലും അഴിച്ചുവിട്ട സിംഹത്തെ പോലെ തലമുറകളുടെ നായകന്റെ അവതാരപ്പിറവി. ഗില്ലി യൂണിവേഴ്സിന്റെ നായകൻ ഗില്ലി ബാല എന്ന കഥാപാത്രത്തെയാണ് എക്സ്റ്റൻഡഡ് കാമിയോ റോളിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. ഗില്ലി യൂണിവേഴ്സിന്റെ കഥയും വിജയ് കണക്ഷനും സിനിമ കണ്ടു തന്നെ അറിയുന്നതാണ് ത്രിൽ. ഗില്ലി ബാല, ബാലേട്ടൻ, ബാലയ്യ എന്നിങ്ങനെ പാൻ ഇന്ത്യൻ കണക്ഷനുകളുള്ള കിടിലൻ വേഷത്തിലാണ് ലാലേട്ടന്റെ വിളയാട്ടം. ഗില്ലി ബാലയുടെ സ്ഫടികം കണക്ഷനും സുന്ദരി, രാജമാണിക്യം, വിജയ് കണക്ഷനും തിയേറ്ററിൽ നേരിട്ടറിയുന്നതാണ് ത്രിൽ. 2 തവണകളായി 1/2 മണിക്കൂറോളം നീളുന്ന മോഹൻലാൽ വിളയാട്ടത്തിൽ ജനപ്രിയ മുണ്ടുമടക്കി കുത്തലും പ്രസിദ്ധമായ ആ മീശവിരിയും ഉൾപ്പെടെയുള്ള ലാലേട്ടന്റെ നിരവധി അടയാള മുദ്രകളും റഫറൻസുകളും തിരക്കഥ എഴുതിയ നൂറിനും ഫാഹിമും വേണ്ടുവോളം വാരി വിതറിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ ക്രിസ്മസ് കാലത്ത് മോഹൻലാൽ ആരാധകർക്കും ഉത്സവാവേശം സമ്മാനിക്കുന്ന ചിത്രം കൂടിയാണ് ഭബ്ബബ്ബ. അവതരണത്തിൽ ഒരു കൂട്ടം ഭ്രാന്തൻ ചിന്തകളുടെ ഘോഷയാത്ര എന്ന് തോന്നുമെങ്കിലും സാമൂഹിക ജീവിതത്തെ ബാധിക്കുന്ന കാലിക പ്രസക്തിയുള്ള നിരവധി സന്ദർഭങ്ങളും ചിത്രത്തിന്റെ പ്രമേയത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. സ്ത്രീകളെ പറ്റിയുള്ള മോശം പരാമർശങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ വഴിമുടക്കി നടത്തുന്ന വിജയാഹ്ലാദ ഘോഷയാത്രകൾ എന്നിവയൊക്കെ സാമൂഹിക ജീവിതത്തെയും വ്യക്തിജീവിതത്തെയും ആളുകളുടെ മനോനിലയെയും ജീവനെ തന്നെയും എത്രത്തോളം ബാധിക്കുമെന്ന് കൂടി തീവ്രമായി പറയുന്ന സിനിമയാണ് ഭബ്ബബ്ബ. സിനിമയുടെ ടെയിൽ എൻഡിൽ വരുന്ന തമിഴ് താരത്തിന്റെ കാമിയോ റോൾ പ്രേക്ഷകർക്ക് സർപ്രൈസ് തന്നെയാണ്. ഈ ക്രിസ്മസ് കാലത്ത് കൂലങ്കഷമായി ഒന്നും ആലോചിക്കാതെ മാസ് ചേരുവകളുടെ അഴിഞ്ഞാട്ടത്തിന് ആറാടാനുള്ള ഒരു അവസരമായി കണ്ട് ഈ ദിലീപ് മോഹൻലാൽ ചിത്രത്തിന് ടിക്കറ്റ് എടുക്കാം.